ഈ നിരാശയുടെ സമയങ്ങൾ എങ്ങനെയാണ് അതിജീവിച്ചത്? അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ആ ഇല്ലെങ്കിൽ ഇല്ല, നമ്മൾ ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. ഞാനൊരു കാര്യം പറയട്ടെ, ആ ഒരു മനുഷ്യനാകുമ്പോൾ അവൻ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ആ സമയത്തെന്ന് പറഞ്ഞാൽ നിരാശ ഉണ്ടായിരുന്ന എല്ലാവരും ഞാൻ മാത്രം എന്താണ്, എനിക്ക് മാത്രം എന്തോ ഒന്നും ഈ അവസരങ്ങൾ നിശ്ചയിച്ചു പോകുന്നത്. ഞാനപ്പോൾ വിചാരിച്ചു ഇനി എൻ്റെ അഹങ്കാരം കൊണ്ടാണോ ഞാൻ അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു വരുത്തി ഞാൻ ഭയങ്കര ഞാൻ മുമ്പ് പറഞ്ഞു ഭയങ്കര ജാടയാണ്. അപ്പോൾ അങ്ങനെ കേട്ട് എല്ലാവരും അവന് അത് മറ്റേ പുള്ളി എല്ലാവരും പറയുന്നത് ഭയങ്കര ജാട. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും വഴി തെറ്റിപ്പോയത്, റൂട്ട് മാറിപ്പോയത് അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പലരും അങ്ങനെ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ വോഡഫോൺ കോമഡി സ്റ്റാറിലെ ഒരു പ്രോഗ്രാം, പുതിയൊരു പ്രോഗ്രാം അവിടെ ആസൂത്രണം ചെയ്ത് നിൽക്കുമ്പോൾ കണ്ണൂരിൽ നിന്ന് 2 പയ്യന്മാർ വന്ന് ആ ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുക. അന്ന് അവർക്ക് സ്ക്രീൻ ടെസ്റ്റാണ് അല്ലേ. അപ്പം ഈ വന്ന ഒരു പയ്യൻ എന്നെ കണ്ട് ഇങ്ങനെ, അവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് അതുപോലെ ഇങ്ങനെ ഇരിക്കുക. എന്നെ കാണുമ്പോൾ മുഖം മാറ്റും. എന്തോ അയാൾ ഒരിക്കൽ പോലും എന്നോട് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അയാൾ ടി വിയിൽ അന്ന് കണ്ടിട്ടുണ്ടാവാം. പക്ഷെ എന്തോ എന്നോട് എന്നെ കണ്ടപ്പോൾ അയാൾക്കൊരു ദേഷ്യം പോലെ തോന്നി. കുറച്ച് ഏറെ നേരം കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചു, സുഹൃത്ത് എവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ കണ്ണൂരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും എവിടെ എത്തിയെന്ന് ചോദിച്ചു. കാരണം ഈ വരുന്നവർക്കാർക്ക് അവിടെ വാഷ്റൂമോ അല്ല റൂമൊന്നും അവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വാഷ്റൂമിൽ വല്ലതും പോയിട്ടില്ലെങ്കിൽ തന്നെ എൻ്റെ മുറിയോട് കഴിഞ്ഞാൽ പറഞ്ഞു താങ്കളോട് ഇവനെന്നെ പെട്ടെന്ന് നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നതല്ലേ, 103-ാമത്തെ റൂമിൽ പോയിട്ട് നിങ്ങൾ കുളിക്കുക, അവിടെ തോർത്തുണ്ട് എല്ലാം ഉണ്ട്, ടവലെല്ലാം പോയി കുളിച്ചിട്ട് ഇറങ്ങും. ഞാൻ ചാടി എഴുന്നേറ്റിട്ട് എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നെ ഇങ്ങനെ കെട്ടുപോയി. ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങളെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര ജാടയായിരിക്കും, അഹങ്കാരിയായിരിക്കും. എന്നിട്ട് അവനെ വിളിച്ച് അവൻ ഫ്രഷായിട്ട് വന്നപ്പോൾ താഴെ ഹോട്ടലിൽ കൊണ്ട് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താണ്. ഒരു നേരം ഒരാൾക്കെങ്കിലും ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. കാരണം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടെന്നേ, പട്ടിണി ഒന്നൊക്കെ കിടന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട. ഞാനെൻ്റെ ബാല്യകാലം മുതൽ കഷ്ടപ്പെടുന്ന ഒരാളാണ്. കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാവാം, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത്തിരി കൂടുതലായിരുന്നു. പിന്നെ എൻ്റെ സഹോദരി വിവാഹം കഴിച്ചു വിടുന്നു. പെട്ടെന്ന് പറയാം, സഹോദരി ഭർത്താവിനെ ഗൾഫിൽ വിടുന്നു. ഗൾഫിൽ വെച്ച് പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. അവിടെ നിന്ന് പുള്ളിയെ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ചികിത്സ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ കാലിൻ്റെ ഒരു 5 വിരൽ മുറിച്ച് കളയേണ്ടി വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും. പുള്ളിക്കൊരു മകളുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണം നടക്കാനുണ്ട്. ഇതിനിടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആവുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആവുന്നു. ഇതിനിടയ്ക്ക് അമ്മ മരണപ്പെടുന്നു. അച്ഛനും മരിച്ചു. അമ്മ മരിക്കുമ്പോൾ ഞാൻ സ്റ്റേജിലാണ്. ഒരു 9 മണിക്കാണ് മരിക്കുന്നത് രാത്രി. 9:05 ഞാൻ സ്റ്റേജിൽ കയറി. ഇറങ്ങി വരുമ്പോൾ എനിക്കറിയാം അമ്മ പോകും ഇന്നോ നാളെ എന്നറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേജ് വരുന്നത്. അന്ന് കാരണം അന്നത്തെ എന്ന് പറഞ്ഞാൽ ആ ദിവസം ഒരു 2500 രൂപ അന്ന് കിട്ടത്തുള്ളൂ. ആ 2500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഇവിടെ വിട്ടുപോയി തിരുവനന്തപുരത്ത് പോയി. കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലായിരുന്നു എൻ്റെ അമ്മ. അപ്പം അതിന് പോയി എന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കിട്ടുന്ന പൈസ മുഴുവനും മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. മരുന്നും വീട്ടിലെ ആഹാരവും കടങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ മരണപ്പെട്ടു. 1 മാസം കഴിയുമ്പോഴാണ് കോമഡി സ്റ്റാർസിലേക്ക് ഞാൻ ചെന്ന് കാല് വയ്ക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ദൈവം എല്ലാത്തിനും കടങ്ങൾ വീട്ടാനും ഒക്കെ ഇഷ്ടം പോലെ തന്നു. ഒരുപാട് പേരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, വീട് വെക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ കോമഡി സ്റ്റാർസ് നിൽക്കുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ അല്ലെങ്കിൽ നമ്മൾ ആരോടും പറയാതെ തന്നെ എത്രയോ പേര് വീട് വെക്കാൻ, കല്യാണത്തിന്. ആ സമയത്തൊക്കെ ആൾക്കാർ വിചാരം ഞാൻ ഈ കോമഡി സ്റ്റാർസ് നിൽക്കുന്നത് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം അവർ തെറ്റിദ്ധരിക്കുന്ന കുറ്റമില്ല. ഞാൻ ആ സമയത്ത് ഒരു കാറ് വാങ്ങിക്കുന്നു. കാറൊക്കെ വാങ്ങിക്കുന്നു പറയുമ്പോൾ ഭയങ്കര ഞെട്ടലാണ്. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് അത് കാറ് വാങ്ങിച്ച എങ്ങനെയാണെന്ന് എനിക്കറിയത്തുള്ളൂ. അത് സൗത്ത് ആഫ്രിക്കയിൽ ഒരു പ്രോഗ്രാമിന് പോയത്. അവിടെ നിന്ന് കണ്ട് 1-2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് ആ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് വന്ന് പിറ്റേ ദിവസം ഞങ്ങളുടെ പത്തനംതിട്ട അസോസിയേഷൻ കുവൈറ്റിലൊരു പ്രോഗ്രാം. അവിടെ ചെന്ന് അവരുടെ പൈസ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഒരു കാറ് വാങ്ങി അത്യാവശ്യം പൈസയായി. അപ്പോൾ തന്നെ കാറ് വാങ്ങിച്ചു. ആ സമയത്തെന്ന് പറഞ്ഞാൽ ആ കാറ് വാങ്ങിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പരിപാടിയുടെ കൂടുതലായിരുന്നു. കാരണം എങ്ങും ഓടിയെത്താൻ വരുന്നില്ല. ആ സമയത്ത് ഈ നല്ലപോലെ പ്രോഗ്രാം ചെയ്തത്, നന്നായിട്ട് പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ എനിക്ക് കറക്റ്റ് സമയത്ത് ഓരോരുത്തർക്ക് ഓടിയെത്താൻ. രാവിലെ 10 മണിക്ക് എവിടെയെങ്കിലും കോളേജിലോ സ്കൂളിലോ ഫംഗ്ഷൻ കാണും, ഉച്ചയ്ക്ക് ശേഷം എവിടെയെങ്കിലും കാണും. അപ്പം നല്ല ഡിസ്റ്റൻസ് കാണും. ഇതെങ്കിലും ഓടിയെത്തുക എന്നുള്ളത് നമ്മൾ ഡ്രൈവറെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ അത്രയൊന്നും ആഡംബരമൊന്നും കാണിക്കേണ്ട കാര്യങ്ങളുള്ളൂ. കാരണം ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ആ ആൾ നമ്മുടെ കൂടെ വരുമ്പോൾ അയാൾക്ക് പല കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി 1 മണിക്കൂറോ 2 മണിക്കൂറോ ചിലപ്പോൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ബാല്യകാലത്ത് നമ്മളോടൊപ്പം നിന്നവരായിരിക്കും. അപ്പോൾ ഈ ആൾ പുറത്ത് നിന്ന് ഭയങ്കരമായിട്ട് മുഷിയും.
അതെ അതെ അതെ. അതുകൊണ്ട് നമ്മൾ ഒറ്റ ഒരാളെ കരുതില്ല, ഒറ്റയ്ക്ക് പോവുക, പരിപാടികൾ നടത്തുക, തിരിച്ചു വരിക, അങ്ങനെയായിരുന്നു. ആ കാർ കൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ടായിട്ട് ഒരുപാട് പേരെ ഞാൻ മെഡിക്കൽ കോളേജ് കൊണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഈ നാട്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യങ്ങളാണ്, വലിയ ഭാഗ്യങ്ങളായിട്ട് കാണുന്നത്. ഇപ്പോൾ അന്ന് അവിടെ സ്റ്റേജിലിരിക്കുമ്പോൾ അന്ന് മണിയമ്പിള്ള രാജുചേട്ടനുമായിട്ട് അല്ലെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട്, ടിനി ടോം ഇവരൊക്കെ ആയിട്ട് വലിയ ദീർഘ സൗഹൃദം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയാം. സുരാജ് അവിടെ ജഡ്ജിയായിട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര അഭിമാനം തോന്നിപ്പോയി. എനിക്കതൊരു അസൂയല്ല, അഭിമാനം തോന്നിപ്പോയി. അദ്ദേഹം, ഞാനൊക്കെ തിരുവനന്തപുരം ആ മേഖലകളിൽ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് സുരാജും തിരുമലചന്ദ്രൻ എന്ന ആർട്ടിസ്റ്റും കൂടെ ഇവർ രണ്ടുപേരുടെ സൈക്കിൾ പോയിട്ട് ഞങ്ങൾ എവിടെയാണോ പ്രോഗ്രാമുള്ളത് അവിടെ വരും. എന്നിട്ട് ഞങ്ങളുടെ ഗ്രീൻ റൂമിൻ്റെ അവിടെ ഞാനും രാജാസാഹിബും കാണും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് മിമിക്രി പറഞ്ഞ് പഠിക്കുമായിരുന്നു. അപ്പം നമ്മൾ പ്രൊഫഷണലാണ്, അവരും ഇങ്ങനെ വരിക. പിന്നൊരു സുപ്രഭാതം ഞാൻ നോക്കുന്നത് സുരാജ് ഇങ്ങനെ ടക്കൻ ഇങ്ങനെ അവൻ്റെ കൂടെ വന്ന് ചന്ദ്രന് പോലും അത്രയും വളരാൻ പറ്റിയില്ല. സിനിമയിലൊന്നും അധികം വന്നിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ സുരാജിൻ്റെ വളർച്ച ഭയങ്കരമായിരുന്നു. എന്നെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ കൊണ്ടുവന്നത് സുരാജാണ്. അങ്ങനെയൊക്കെ തമ്മിൽ ആത്മബന്ധമുണ്ട് ഞങ്ങൾക്ക് തമ്മിൽ. മിക്കവാറും വിളിക്കുകയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് വിളിയില്ല. അത് വേറെ ഒന്നുമല്ല, ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ തിരക്ക് ഭീകരമാണ്, നമുക്ക് തിരക്കില്ലാതിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല. മിക്ക ആർട്ടിസ്റ്റുകളും വിളിക്കും, ഇടയ്ക്കൊക്കെ വിളിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ച് പറയും. അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് ചെയ്ത് കൊടുക്കും. ഈ നിങ്ങൾ അന്ന് സ്കിറ്റ് ചെയ്തിരുന്ന സമയത്ത് സെൻസർ ബോർഡിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആശയത്തിൽ ഒരു സ്കിറ്റ് ചെയ്തു. അയ്യോ, അതിന് ആ സ്കിറ്റിന് ഒരു റോള് ഫിലിം വേണം. ഒരു റോള് ഫിലിം വേണം. അത് കളിച്ചു വന്നപ്പോഴതിന് ഫിലിം വേണം, എങ്കിലും ഇങ്ങനെ കത്രി കയറ്റി കളിക്കാൻ പറ്റത്തില്ല അതിനകത്ത്. അതിന് ഞാൻ ആ രാത്രി മുഴുവൻ എവിടേക്കോ ഉണ്ടെന്ന് ഓരോരുത്തർ വിളിച്ചു. ഞാൻ രാത്രിയിലൊക്കെ ചെന്ന് കഥകിന് മുട്ടി വിളി. അങ്ങനെ ഒരാളുടെ വെളുപ്പിനെ 4:45 മണിക്ക് ഞാൻ ഒരു റോള് ഫിലിം സംഘടിപ്പിച്ചിട്ട് വരും. അന്ന് ഞാനതിന് 3000-4000 രൂപ അതിന് വാങ്ങിച്ചെന്നെയാണ്. ആ സ്കിറ്റിന് വേണ്ടി ഞാൻ വാങ്ങിച്ച ആ റോൾ ഫിലിം 4000 രൂപ കൊണ്ട് എൻ്റെ നിന്ന് വാങ്ങിച്ചതാണ്. കാരണം ഇടയിൽ ആ ഒരെണ്ണേ ഉള്ളൂ, അത് ഞാൻ ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഉണ്ടോ വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാനത് വാങ്ങി. വെളുപ്പിനങ്കാലത്ത് ആദ്യത്തെ എപ്പിസോഡായിരുന്നു, കാരണം അത് വേണം. അത് പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടനൊക്കെ പിന്നീട് അത് ആ സെയിം സ്കിറ്റ് കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് വിദേശത്തൊക്കെ കൊണ്ട് അവതരിപ്പിച്ചതൊക്കെ ഞാൻ പിന്നെ അറിഞ്ഞു. ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, അത് ഞങ്ങൾ അതിനടുത്ത് അവതരിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ എവിടുന്ന കിട്ടുന്നുണ്ടായിരുന്നത്? അതൊക്കെയും വേണിച്ചേട്ടൻ്റെ ഫൈൻഡിങ്സും അല്ലല്ല, അങ്ങനെയല്ല. ഞങ്ങളുടെ 4 പേരുടെ കൂടെ തീരുമാനമായിരുന്നു, എൻ്റെ മാത്രമല്ല. പക്ഷേ എന്തായാലും ഈ സെൻസർ ബോർഡിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതിന് ഒരുപാട് പേരെ വിളിച്ചു, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര്. അവരെല്ലാം വിളിച്ച് അവരുടെ നിന്നൊക്കെ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളതങ്ങനെ പൊലിപ്പിക്കുകയായിരുന്നു. സെൻസർ ബോർഡ്, അതുപോലെ തന്നെ പ്രവാസ ലോകം എന്ന് പറഞ്ഞ ആ പ്രോഗ്രാം എടുത്ത് ഞങ്ങൾ പ്രയാസ ലോകമാക്കി. അതും ബമ്പറായിരുന്നു. 100 മാർക്ക്, അന്ന് 100 മാർക്കായിരുന്നു. 100 മാർക്ക് എല്ലാത്തിനും ആ സാധനങ്ങൾക്കെല്ലാം 100 അങ്ങനെ നോക്കുന്നു.